സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നും കേരളത്തിൽ ചൂടേറിയ രാഷ്ട്രീയ വിഷയമാണ്. പെൻഷൻ കൂട്ടുന്നതും കുറയ്ക്കുന്നതും മുടങ്ങുന്നതുമൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നിരവധി പേരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകുന്നത് നിർത്തി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത് പദ്ധതി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന ആശങ്കയാണ് പലർക്കും. പെൻഷൻ കൈപ്പറ്റുന്നവരിൽ ഭൂരിഭാഗവും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ബാങ്കിലെത്തി പെൻഷൻ തുക പിൻവലിക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാകും. അത്തരത്തിലുള്ളവരുടെ പെൻഷൻ തുക ATM കാർഡ് ഉപയോഗിച്ച് മക്കളോ ബന്ധുക്കളോ പിൻവലിക്കാനിടയുണ്ട്. ഇതാണ് സർക്കാരിന്റെ പുതിയ നീക്കത്തെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ മാറ്റത്തിന് കാരണമായുള്ള സർക്കാരിന്റെ വാദം ഇപ്രകാരമാണ്. പെൻഷൻ വിതരണത്തെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ വിതരണത്തിന് സഹകരണ ബാങ്ക് ജീവനക്കാർ എത്തുമ്പോൾ CPM നേതാക്കളും ജനപ്രതിനിധികളും ഒപ്പമെത്തുന്നു. വിതരണത്തിന് ശേഷം ബാക്കി വരുന്ന തുക സഹകരണ സംഘങ്ങൾ തിരിച്ചടയ്ക്കുന്നില്ല. വിലാസത്തിൽ നിന്ന് മാറിപ്പോയവരുടെയും മരിച്ചവരുടെയും പെൻഷൻ ബന്ധുക്കൾ ഇതിനുശേഷവും കൈപ്പറ്റുന്നുണ്ട്. ഗുണഭോക്താക്കളുടെ പെൻഷൻ നേരിട്ട് ബാങ്കിൽ നിക്ഷേപിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. പെൻഷന്റെ ഒരു വിഹിതം കേന്ദ്രം നൽകുന്നതിനാൽ ഇത് പാലിക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. പെൻഷൻ വീട്ടിലെത്തിക്കാൻ വേണ്ടിവരുന്ന ചിലവ് സഹകരണ സംഘങ്ങൾക്ക് ഒഴിവാക്കാം. പെൻഷൻ ലഭിക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാകുമെന്നും സർക്കാർ പറയുന്നു. ഏതായാലും നിലവിലെ സംവിധാനം അത്ര പെട്ടെന്ന് മാറ്റുക സർക്കാരിന് എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെ ഓണത്തിനുള്ള ക്ഷേമ പെൻഷൻ വിതരണം നിലവിലെ രീതിയിൽ തന്നെയാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.